ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ കാണുന്ന ഒരു വെഡ്ഡിംഗ് കേക്കിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ നമ്മളെ കേക്ക് ക്രീം കോട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ കേക്കിൻ്റെ മുകളിൽ വെക്കാനുള്ള സെക്കൻഡ് ടയറാണ് കേട്ടോ. ഞാനിപ്പോൾ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിന് വൈറ്റ് കളറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കേക്ക് ഫസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ടയർ എടുക്കാം. അപ്പോൾ അതിന് പിങ്ക് കളറാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇത് ചെയ്തിട്ട് അങ്ങ് ഈ ഒരു വൈറ്റ് ക്രീം ഫിനിഷ് ആക്കാമല്ലോ. അപ്പോൾ ഇത് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് 2 kg ബട്ടർ സ്കോച്ച് കേക്കിലാണ് കേട്ടോ. അപ്പോൾ ബട്ടർ സ്കോച്ച് കേക്ക് റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷേ ഡെക്കറേഷൻ വരുമ്പോഴാണ് നമ്മൾ ഏത് ഡെക്കറേഷൻ കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കല്ലേ. പിന്നെ കസ്റ്റമർ പറഞ്ഞ കളറും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അത് ഈസി ആയിരിക്കും. ഇപ്പോൾ ഞാൻ കേക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ 2 kg ബാറ്റർ ഒരുമിച്ചിട്ട് എടുത്തു. എന്നിട്ട് നമ്മൾ 8 ഇഞ്ചിൻ്റെ പാനിലും 6 ഇഞ്ചിൻ്റെ ഹൈറ്റ് പാനിലും അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഒരുമിച്ച് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നന്നായിട്ട് തന്നെ നമ്മൾ ഫിനിഷിങ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ എൻ്റെ ഒരു കേക്ക് വെഡ്ഡിങ് കേക്ക് തന്നെ എൻ്റെ ഒരു കേക്ക് തന്നെ കണ്ടിട്ട് അവർ സെയിം ആ ഒരു കേക്ക് കളറൊന്ന് ജസ്റ്റ് മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ ഫോട്ടോസ് തന്നെ എനിക്ക് കാണിച്ചു തന്നിട്ട് അതുപോലെ മതി എന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. പിന്നെയെന്ന് വെച്ചാൽ എന്താ പറയുക, അന്നൊരു ആ ബ്ലൂ കേക്ക് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഞാനത് വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്ന് വന്നൊരു ഓർഡറായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചില ഇത് ടൈമൊന്നും വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് സ്റ്റാറ്റസ് ഇട്ട ടൈമിൽ എല്ലാവരും നന്നായിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് ലൈക്കും കമൻസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട്. അപ്പോൾ ഞാൻ അങ്ങനെ കരുതി വീഡിയോ എടുത്താൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ അന്നത്തെ ദിവസം അതേപോലെ തന്നെ എനിക്ക് ഓർഡർ വന്നപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. അങ്ങനെ വന്ന് നമ്മളെ കേക്ക് ഫിനിഷിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓയിൽ ബ്രഷിൻ്റെ ഡിസൈനും ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീരെ എന്താ പറയുക ഡെക്കറേഷൻ ചെയ്യാൻ കിട്ടണില്ല, അല്ലെങ്കിൽ ഫിനിഷിങ് ചെയ്യാൻ കിട്ടണില്ലെങ്കിൽ ഇതുപോലുള്ള ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഇതുപോലൊന്ന് മുകളിലോട്ട് വലിച്ചെടുത്താൽ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനായിട്ട് വരില്ല. ഇങ്ങനെ വലിക്കുന്ന സമയത്ത് മുകളിലോട്ട് അധികമായിട്ട് വരുന്ന ഒരു ക്രീം ഉണ്ടല്ലോ, അത് നമ്മൾ കളയാതിരിക്കുക കേട്ടോ. കാരണം അത് വീണ്ടും സ്പാച്ചില വെച്ചിട്ട് ലെവൽ ചെയ്യാതെ അതിന് ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം. ഇതുപോലെ അങ്ങ് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ എഡ്ജ് ഇങ്ങനെ മുകളിലോട്ടായിട്ട് വരും. അത് നിങ്ങൾക്ക് ക്യാമറയിൽ അത്ര കണ്ട് കാണുന്നുണ്ടാവില്ല. പക്ഷേ ചെറിയ ചെറിയ കുഞ്ഞ് എഡ്ജ് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ സെറ്റായി. നെക്സ്റ്റ് ഞാൻ നമ്മളെ ബാക്കി വന്ന ക്രീമിലേക്ക് ഈ ഒരു പിങ്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മാജിക് കളേഴ്സിൻ്റെയാണ്. അപ്പം ആദ്യം ഞാനിപ്പോൾ ഒരു ഡ്രോപ്പ് ഇറ്റിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചേർത്തിട്ട് നോക്കുന്നുണ്ട്. അവർ പറഞ്ഞത് ഡാർക്ക് പിങ്കാണ്, ഡാർക്ക് പിങ്ക് കളറാണ് അവർക്ക് വേണ്ടതെന്ന്. അപ്പോൾ അത് കിട്ടുന്ന വരെ നമ്മൾ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കും. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇപ്പോൾ കേക്കിൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പം ഇത് ഏത് കളറാണ്, എത്ര ഡ്രോപ്സ് ഇറ്റിച്ചു എന്നൊക്കെ. അപ്പോൾ എത്ര ഡ്രോപ്സ് ഇറ്റിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ എടുക്കണത് ചിലപ്പം 1 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്കായിരിക്കും, നിങ്ങൾ എടുക്കണത് ചിലപ്പം 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്കായിരിക്കും. അപ്പോൾ കളറൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചേർത്തിട്ട് നോക്കുക എത്ര ഡ്രോപ്സ്. ആദ്യം തന്നെ ഒരു 3-4 ഒരുമിച്ച് ചേർക്കാണ്ട് ഓരോ ഡ്രോപ്സും ചേർത്തിട്ട് നമ്മൾ ഉദ്ദേശിച്ച ആ കളറിലേക്ക് ആയോ നോക്കുക. എന്നിട്ടാണ് ബാക്കിയുള്ളത് ചേർക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ 2 തവണ ചേർത്ത് കൊടുത്തു. അപ്പോൾ എന്നിട്ടും ഞാൻ ആ ഒരു ഡാർക്ക് പിങ്ക് എനിക്ക് കിട്ടിയിട്ടില്ല. ഇതൊക്കെ ലൈറ്റ് പിങ്ക് തന്നെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഡ്രോപ്സ് ഇട്ടിച്ച് കൊടുക്കണം. അങ്ങനെയാണ് കേട്ടോ നമ്മൾ കളർ ചേർക്കുക. അല്ലാണ്ട് ഇത്ര ഡ്രോപ്സ് എന്ന് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കളർ അവിടെ കിട്ടിയിട്ടുണ്ട്, നല്ല ഡാർക്ക് കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ എൻ്റെ കേക്കിൽ കണ്ടോ 4 സ്റ്റിക്ക് അവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, 4 ഹോൾ. അപ്പോൾ ഞാനത് ഫുള്ളും ക്രീം ചെയ്ത് കളയാതിരുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതേപോലെ വെഡ്ഡിങ് കേക്ക് കാണിച്ചപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിക്ക് വെക്കാറില്ലേ, ട്രാവൽ ചെയ്യുമ്പം ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഞാൻ വീഡിയോയിൽ നല്ല വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരത് കണ്ടിട്ടുണ്ടാവില്ല, എന്നിട്ട് സ്കിപ്പ് ചെയ്ത് പോയപ്പോഴായിരിക്കും. അപ്പോൾ വീണ്ടും അവരതിൽ റിപ്പീറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ പോയി വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ സ്റ്റിക്ക് വെച്ചിട്ടുണ്ടല്ലോ, വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ 2 ടയർ വെക്കുമ്പോൾ ഇതുപോലെ സ്ട്രോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഇതുണ്ടല്ലോ സ്ക്യൂറൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ കേക്ക് മറിഞ്ഞ് വീഴാനും ചെരിയാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ ക്രീം ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കണ്ടല്ലോ നല്ല ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്.
ഇതിലും നമ്മൾ ആ ഓയിൽ ബ്രഷ് ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും അത്ര കണ്ട് ഫിനിഷിങ് വേണമെന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം ഫിനിഷിംഗ് ഒക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ തന്നെ മുകളിലോട്ടായിട്ടാണ് ഞാൻ ഈ ഒരു ലൈന് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ മുകളിൽ ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പിറ്റത്തെ ദിവസം നാളെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ഇതിൻ്റെ മുകളിലായിട്ടായിട്ട് വെക്കാനായിട്ട് എടുക്കുകയുള്ളൂ. കാരണം നമുക്കറിയാലോ 2 ടയർ ഫിക്സ് ചെയ്യുമ്പം ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ കേക്ക് കൊടുക്കുന്ന ആ ഒരു ടൈമിലാണ് അത് ഫിക്സ് ആക്കുക കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് ഞാൻ പറഞ്ഞ ആ സൂത്രം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മൾ ഷുഗറിൻ്റെ ഗോൾഡൻ ഡസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഗോൾഡിലും എന്താ പറയുക സിൽവറിലും അതുപോലെ ഇപ്പോൾ കളേഴ്സായിട്ട് പല ഡസ്റ്റുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പം ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഈ ഒരു ഗോൾഡൻ ഡസ്റ്റ് ഇത്രയൊന്നും കണക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ച് അങ്ങ് എടുക്കുക. എന്നിട്ട് ഒരു ഇത്തിരി വെള്ളമാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നാരങ്ങ നീര് പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ശരിക്കും കുറച്ച് പച്ചവെള്ളം ഒരു 2-3 ഡ്രോപ്സ് അതിൽ ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ക്രീം പരുവത്തിലാവും. എന്നിട്ട് അത് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഈ സൈഡിലായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു കേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കലാപരമായിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ്. ഇത്തിരി കലാവാസനയോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്കിനെ കാണാനും ഒത്തിരി ഭംഗിയുണ്ടാവും. അപ്പോൾ അതാ ഞാൻ വൈറ്റിൽ ചെയ്ത് കൊടുത്ത അതേപോലെ തന്നെ ഞാനിവിടെ പിങ്കിന് കൊടുക്കണം. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് ആ മുകളിലോട്ട് വരുന്ന ആ ഭാഗം നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് മുകളിലോട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ. അങ്ങനെ ഷേപ്പ് ആവാതെ അൺഷേപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുമ്പോൾ ഒരു സിഗ്സാക്റ്റിൽ നമ്മളിപ്പോൾ ആ ഒരു ഭാഗം എഡ്ജ് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ലൈന് കൊടുക്കുന്ന ടൈമിൽ. അപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ കാണാത്തതാണ് എൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് തന്നെ ഇതുപോലെ ഗോൾഡൻ ഡസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ പിറ്റത്തെ ദിവസം കേക്ക് ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് കേക്ക് പുറത്തെടുത്തിട്ട് ഡെലിവറി ചെയ്യുന്ന ഒരു അരമണിക്കൂർ മുന്നേക്ക് എടുത്ത് വെക്കുക കേട്ടോ. ഇതുപോലെ ആദ്യം നമ്മൾ പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ കേക്കിൻ്റെ ബോർഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് എടുക്കണം. എന്നിട്ട് ഇതുപോലെ എടുത്തതിന് ശേഷം അങ്ങ് എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ കേക്ക് നല്ല സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും വേണ്ട. നമ്മൾ കേക്ക് അവിടെ അങ്ങനെ തന്നെ പോയിരുന്നോളും. അപ്പോൾ വിട്ട് കഴിഞ്ഞാലും ഇനി ക്രീമൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രീം എടുത്തിട്ട് സൈഡിലൊക്കെ കൊടുക്കാം. എനിക്കിപ്പം അവിടെ വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു ഭാഗത്തായിട്ട് ഒന്ന് വിട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഞാനവിടെ ഫ്ലവർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് വെക്കാനുള്ള ഫ്ലവറും അതുപോലെ തന്നെ ലീവ്സും. അപ്പോൾ അതാ ഞാനിതൊക്കെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുന്നത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് റീൽസ് ഇടാനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളവർക്കറിയാം, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാനായിട്ട് ഇതിങ്ങ് എടുത്തു പോന്നു. അപ്പോൾ അതാണ് ഞാൻ അവിടെ ഫിക്സ് ചെയ്യണേ കാണിക്കാതിരുന്നത്. ഒന്നുമില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എഡിബിൾ ഫ്ലവർ അല്ല കേട്ടോ, എഡിബിൾ ഫ്ലവർ അല്ല, ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. അതുപോലെ ഫ്രഷ് ചെടിമിൽ നിന്ന് എടുത്തിട്ടുള്ള ലീവ്സും ആണ് കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു ബ്ലൂ കേക്ക്. ഇതാണ് സെയിം കണ്ടോ ആ ഒരു കേക്ക് തന്നെ. ഇത് ഞാൻ ചോക്ലേറ്റ് കേക്കിൽ ചെയ്തതാണ്, ഇപ്പോൾ ചെയ്തത് ബട്ടർ സ്കോച്ചും. അപ്പോൾ ഇത്രയുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ എൻ്റെ വീഡിയോ കാണാനായിട്ട്. പുതുതായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.